ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. സഭയുടെ 2 കാലഘട്ടങ്ങളെ പ്രകാശമാനമാക്കിയ പുണ്യപുരുഷനായിരുന്നല്ലോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഒക്ടോബർ 4-നാണ് നാം ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്നത്. 1181 ഇറ്റലിയിലെ അസീസിയിൽ പ്രമുഖനായ പട്ടോസ് വ്യാപാരിയായ പീറ്റർ ബെർണാഡിന്റെയും പിക്ക പ്രഭയുടെയും മൂത്ത മകനായിട്ടായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചത്. ആദ്യകാലങ്ങളിൽ ലോകത്തിന്റെ ഭൗതികതയിൽ മുഴുകി വളരെ സുഖലോലുപമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അദ്ദേഹത്തിന് യേശുക്രിസ്തുവിന്റെ ഒരു ദർശനം ഉണ്ടാവുകയും അത് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. അതുവരെയുള്ള തന്റെ ജീവിത ശൈലികളെ അദ്ദേഹം ഉപേക്ഷിക്കുകയും ദാരിദ്ര്യത്തെ സ്വീകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് യേശുക്രിസ്തുവിന്റെ പാതയിലൂടെ നടക്കാനുള്ള ഉറച്ച തീരുമാനം എടുത്തു. ദാരിദ്ര്യം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷത്തെ തന്റെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു. തന്നെ താഴ്ത്തിക്കൊണ്ട് പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു. തെരുവിൽ ഭക്ഷണത്തിനായി യാചിച്ചു. ഫ്രാൻസിസിന്റെ ജീവിതവും വാക്കുകളും ധാരാളം പേരിൽ സ്വാധീനിച്ചിരുന്നു. 1809 പാപ്പയുടെ അനുഗ്രഹത്തോടെ ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിച്ചു. അദ്ദേഹത്തിനായിരുന്നു യേശുവിന്റെ 5 തിരുമുറിവുകൾ ആദ്യമായി ലഭിച്ചത്. ഒക്ടോബർ 4-ന് അദ്ദേഹത്തിന് 45 വയസ്സായിരുന്നപ്പോൾ ഈ പുണ്യദൈവം അവിടുന്ന് നിത്യസമ്മാനത്തിന് അർഹനായി. രണ്ടാം ക്രിസ്തു അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ അങ്ങനെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.